ഈ നോമ്പ് കാലത്ത് തരിക്കഞ്ഞി കുടിക്കുമ്പം വല്ലാത്തൊരു ഫീലാണല്ലേ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരിക്കഞ്ഞി ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെയ്യിൽ ആദ്യം റവ ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. 1 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ റവ, കൂടുതൽ എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കിയിട്ട് മാറ്റി. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് RKG ഗീ ആണ്. ഇത് 99.9% ശുദ്ധമായ പശുവിൻ നെയ്യാണ്. ഈ പാനിലേക്ക് കുറച്ച് വെള്ളവും പഞ്ചസാര, ഏലക്ക, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളയ്ക്കുന്ന സമയത്ത് അതിലോട്ട് സേമിയ കുറച്ചിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ ഈ വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് കുറുകി വരുന്ന സമയത്ത് അതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. അപ്പം തിളയ്ക്കുന്ന സമയത്ത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ഉള്ളി നെയ്യിൽ മൂപ്പിച്ചെടുത്ത ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടി ചേർത്തിട്ട് വറുത്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. കട്ടി തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ തരിക്കഞ്ഞി വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ആ നെയ്യിൻ്റെ ഒരു മണവും നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു മണമൊക്കെ. RKG ഗീ വെച്ചിട്ട് ഇതുപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം.